ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ രാജു ഉണ്ടല്ലോ, അവൻ ഒന്നാന്തരൊരു തേപ്പുകാരനാ. അവൻ നിന്നെ അക്ഷരം പ്രതി വഞ്ചിക്കുക. രാജു ആരെയും വഞ്ചിക്കില്ല. നീ അവനെ വിശ്വസിച്ചോ? പക്ഷേ അവൻ നിന്നെ ചതിക്കും. നാളെ നീയും രാജുവും തമ്മിലുള്ള കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല. അമ്മായിക്ക് ചേച്ചിയോട് ദേഷ്യം ഉണ്ടെന്ന് കരുതി എന്തും പറയാന്ന് കരുതരുത്. ചലിക്കാൻ നിക്കടി. ഈ തറവാടേ എന്റെയും കൂടിയാ. ഇവിടെ ഒരു നാണക്കേട് വന്നാ അതെന്നെയും കൂടി ബാധിക്കും. അതിനാണോ അമ്മായി നുണയൊക്കെ പറയുന്നത്? നോണയോ? നോക്ക്, ശരിക്കും നോക്ക്. രാജുവും രമ്യയും തമ്മിലുള്ള മഞ്ഞൾ കല്യാണം. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതിന്റെ തെളിവാ ഇത്. അവനെ ആ രമ്യയും കെട്ടി സുഖമായിട്ട് ജീവിക്കും. നീ ഇവിടെ വേഴാമ്പലിനെ പോലെ ആകാശത്ത് നോക്കിയിരിക്കും. ഒരു കല്യാണ പെണ്ണ്. ചേച്ചി 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 കരയില്ല. ചേച്ചി ചേച്ചി എന്നാലും രാജുവേട്ടൻ ഇങ്ങനെ നമ്മളെ ചതിക്കോ? ഒരിക്കലുമില്ല. രാജു നമ്മളെയല്ല ആരെയും ചതിക്കില്ല. ചേച്ചി ചേച്ചി കരയാതിരിക്കേ. ഇതേ ചിലരൊക്കെ ചേർന്ന് രാജുവിനെ ചതിക്കാൻ നോക്കുന്നതാ. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് രാജു വരും. പ്രതാപന്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവനാ രാജു. പ്രതാപന് മോളും ഇല്ലെങ്കിൽ രാജു ഇല്ല. രാജു മോളുടേതാ, അതില് യാതൊരു സംശയവും വേണ്ട. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് രാജു വരുമെന്ന്. അത് മാത്രമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് കളങ്കം അറിയാത്ത എന്റെ കൊച്ചുമോൾക്ക് വേണ്ടിയാ. നീതിയും നന്മയും മനസാക്ഷിയും വിട്ട് ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. ദൈവം നമ്മുടെ കൂടെയാ. അതുകൊണ്ട് ഒരു കാരണവശാലും എന്റെ പൊന്നുമോള് കരയണ്ട. രാജുവും നീയും തമ്മിലുള്ള കല്യാണം നടക്കും. ആ കല്യാണമേ നടക്കൂ. ചേച്ചി അകലേ നോവിനാലേ